അമ്മ സംഘടനയിൽ വീണ്ടും ഒരു അഴിച്ചുപണി കൂടി. ഇത്തവണ ആരും ഇറങ്ങിപ്പോകുന്നില്ല. പകരം പഴയ പ്രസിഡന്റൊക്കെ രാജിവെച്ച പ്രസിഡന്റും ഭാരവാഹികളുമൊക്കെ തങ്ങളുടെ സ്ഥാനമാനങ്ങളൊക്കെ ഓർത്തെടുത്ത് തിരിച്ചു വരുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഒരിക്കലും അമ്മ എന്ന സംഘടനയ്ക്ക് ഇത്തരത്തിൽ ഒരു വലിയൊരു ദുരവസ്ഥ ഉണ്ടാകുമെന്ന് ശരിക്കും പറഞ്ഞാൽ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. മോഹൻലാൽ ഉൾപ്പെടെയുള്ള നടന്മാരെല്ലാം വലിയ ദുഃഖത്തിലാണ്. കാരണം ഈ ഒരു സംഘടന തുടങ്ങിയ സമയം മുതൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതും മുന്നിൽ നിന്നതുമെല്ലാം ഇവരെല്ലാവരുമാണ്. സുരേഷ് ഗോപിയാണ് ഇങ്ങനത്തെ ഈ ഒരു സംഘടന തുടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മണിയൻപിള്ള രാജുവിനെയൊക്കെ കൂട്ടി പോകുന്നതും അങ്ങനെ ആദ്യ തുടക്കത്തിൽ തന്നെ നമ്മുടെ മുരളി, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവരെല്ലാവരും തന്നെ ഇതിന്റെ ഭാഗമാകുന്നതും. ആദ്യത്തെ പണം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടേതാണ്. അമ്മ സംഘടനയിൽ നിന്നും വിലക്ക് കൽപ്പിച്ച് മാറി നിൽക്കേണ്ടി വന്നൊരു നടൻ കൂടിയാണ് അദ്ദേഹം. പിന്നീട് പൊന്നാട അണിഞ്ഞു തന്നെ സുരേഷ് ഗോപിയെ ഇരു കൈയും നീട്ടി ആ സംഘടന സ്വീകരിക്കേണ്ടിയും വന്നു. എന്തൊക്കെ പറഞ്ഞാലും അമ്മ എന്ന സംഘടന ഇപ്പോൾ അധംപതിച്ചിരിക്കുകയാണ്. ഇനി പാതാളത്തിലേക്ക് പോകാനേ വഴിയുള്ളൂ എന്ന തരത്തിലാണ് അമ്മ എന്ന സംഘടനയുടെ വളർച്ച. അത് പടവലങ്ങി പോലെ താഴോട്ടാണെന്ന് മാത്രം. എന്താണെങ്കിലും താൻ പോയിട്ടില്ല എന്നും താൻ തന്നെയാണ് ഇപ്പോഴും പ്രസിഡന്റ്, താൻ എപ്പോൾ വേണമെങ്കിലും മടങ്ങി വരാം, തനിക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാൻ, ഇപ്പോഴും സംഘടനയുടെ പ്രവർത്തനങ്ങളൊന്നും ജൂൺ 21 ശേഷം, അതായത് ജൂൺ 21 ഈ സംഘടനാ മീറ്റിംഗ് നടന്നതും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഒരുപാട് പേർ രാജിവെക്കുന്നതും പ്രസിഡന്റായ ശ്വേതാ മേനോൻ ഉൾപ്പെടെ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് രാജിവെക്കുന്നു എന്ന് പറഞ്ഞതും. എന്നാൽ അതിനുശേഷവും കാര്യങ്ങളെല്ലാം, അതായത് അമ്മയുടെ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെയാണ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്വേതാ മേനോൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. താരസംഘടനയായ അമ്മയുടെ അംഗങ്ങൾക്ക് തുറന്ന കത്തുമായിട്ടാണ് നടി ശ്വേതാ മേനോൻ എത്തിയത്. മുൻപ് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ അനുഭവ പരിചയക്കുറവ് മൂലം സംഭവിച്ചതാണെന്ന് ശ്വേത കത്തിൽ പറയുന്നു. ഈ പിഴവുകൾ തിരുത്താനുള്ള കൃത്യമായ നടപടികൾ ഇതിനകം തന്നെ ആരംഭിച്ചതായും ഇവർ വ്യക്തമാക്കി. അമ്മ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് ഈ കത്ത് അമ്മയിലെ അംഗങ്ങൾക്കായി അയച്ചിരിക്കുന്നത്. എന്നാൽ കത്തിൽ താൻ പദവിയിൽ തുടരുമോ അതോ രാജിവെക്കുമോ എന്ന കാര്യത്തിൽ ശ്വേത കൃത്യമായ വിശദീകരണം നൽകിയിട്ടില്ല. ശ്വേതാ മേനോൻ അംഗങ്ങൾക്ക് അയച്ച കത്തിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. 2026 ജൂൺ 21 നടന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിലുണ്ടായ ചർച്ചകളും തുടർന്നുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാ അംഗങ്ങളും നേരിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്തതാണ്. ആ സംഭവങ്ങൾ പല അംഗങ്ങൾക്കും വിഷമവും നിരാശയും ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ടാകാമെന്ന് ഞങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ കമ്മിറ്റിയിൽ നിന്ന് അനുഭവ പരിചയക്കുറവ് മൂലമുണ്ടായ പിഴവുകൾ ആത്മാർത്ഥമായ ആത്മപരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞ് അവ തിരുത്തുന്നതിനുള്ള നടപടികൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. കൂടുതൽ പക്വതയോടെയും ഉത്തരവാദിത്വത്തോടെയും മുന്നോട്ട് പോകാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. ഇപ്പോൾ ചുമതല വഹിക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ തുടർന്നും നിർവഹിച്ചു വരുന്നു. അതിനാൽ 2026 ജൂൺ 21 മുതൽ ഇന്ന് വരെ അമ്മയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും അംഗസേവനങ്ങൾക്കും യാതൊരു തടസ്സവും നേരിട്ടിട്ടില്ല. അംഗങ്ങളുടെ കൈനീട്ടം, സഞ്ജീവനി പദ്ധതി, മെഡിക്കൽ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സേവനങ്ങളും മുടക്കമില്ലാതെ തുടരുകയാണ്. ഇനിയും അതേ ആത്മാർത്ഥതയോടെയും ഉത്തരവാദിത്തത്തോടെയും ഈ സേവനങ്ങൾ തുടരുമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു എന്നാണ് അംഗങ്ങൾക്ക് അയച്ച മെയിൽ വഴി അയച്ച കത്തിൽ ശ്വേതാ മേനോൻ പറയുന്നത്. പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ശരിക്കും എന്താ അതിലെ സത്യാവസ്ഥ? അത് കുടുംബസംഗമം ഞാൻ ആകെ ആ തിരുവാതിരകളിയും വേറെ രണ്ടു മാത്രമേ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് സവിതാപേട്ടി ഉണ്ടായിരുന്നു. ഓൾറെഡി ഇവർ ഈ ഡാൻസ് ലീഡ് ചെയ്ത് കളിച്ചിരുന്നതിൽ സവിതാപേട്ടിക്ക് ലീഡിങ് ഇല്ലായിരുന്നു, കുറച്ച് പുറകിലാണ്. ഞങ്ങളൊക്കെ രാധമാരുടെ ഇങ്ങനെയായിട്ടാണ് വന്നിരുന്നത്. അപ്പൊ അതിനകത്ത് ഇമ്പോർട്ടൻസ് കുറവാണ്. അപ്പോ ആ സമയത്ത് ഡ്രസ്സ് എല്ലാവർക്കും ഈ ലക്ഷ്മി തന്നെയാണ് എല്ലാവർക്കും എടുക്കണതും ഒക്കെ. ലക്ഷ്മി പ്രിയ ഇവൾക്കും ഡ്രസ്സ് എടുത്തിരുന്നു. ടൈമിന് വരണം എന്ന് പറഞ്ഞു. അതിൽ ചെയ്തുകൊണ്ടിരുന്ന രൂപശ്രീ ആ സമയത്ത് വന്ന് ജോയിൻ ചെയ്തു. അപ്പോഴും ഞങ്ങൾ സവിതാപേട്ടിനെ ഞാൻ അന്വേഷിച്ചിട്ട് ഞാൻ ചോദിച്ചു വന്നില്ലല്ലോ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോ അപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല. വരട്ടെ ഇനിയിപ്പോ വേറെ അവിടെ പോയി വിട്ടു. കാരണം ഞങ്ങൾക്ക് ടൈമായി കയറാൻ. ഞങ്ങൾ കയറി കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ ചോദിച്ചു എന്താണ്, ഞാൻ കണ്ടപ്പോ ഞാൻ ചോദിച്ചു സവിതാപേട്ടി എന്തുകൊണ്ട് വരാൻ സംസാരിച്ചായിരുന്നു. ഞാൻ ചോദിച്ചു എന്ത് പറ്റി വരാൻ. എന്നോട് ആ കുട്ടി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ, ഞാൻ അവിടെ ഫാഷൻ ഷോന്റെ അവിടെ നിൽക്കുമായിരുന്നു, സമയമായിട്ടില്ലെന്ന് വിചാരിച്ചു, ഇത് കഴിഞ്ഞിട്ടല്ലേ അതെന്ന് വിചാരിച്ചു. അപ്പോ ഹസ്ബൻഡ് പറഞ്ഞു ദേ നീയുള്ള പ്രോഗ്രാം സ്റ്റേജിൽ കയറി. ഇതാണ് എനിക്ക് കിട്ടിയ റിപ്ലൈ. ലക്ഷ്മിക്ക് കിട്ടിയ റിപ്ലൈ എന്താന്ന് വെച്ചാ ആരോ പറഞ്ഞതാണെന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല, ലക്ഷ്മി കേട്ടത് പറയില്ല. പക്ഷെ ഞാൻ കേട്ടത് ഇങ്ങനെയാ, അവിടെ ആരോ ഡ്രസ്സ് ചെയ്യാനും ബ്ലോക്ക് ചെയ്ത് വെച്ചു, അതുകൊണ്ടാണ് വരാഞ്ഞതെന്ന്. ഇതെല്ലാം പ്രശ്നം ഉണ്ടാക്കിയത് സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞാൽ
സവിത ബേട്ടിക്ക് എന്ത് ചെയ്യുമായിരുന്നു? നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ടോ, ഞങ്ങൾ എല്ലാവരും അവരുടെ ഫോണിൽ വിളിച്ച് സൈതനെ കിട്ടിയില്ല. അപ്പോൾ രൂപശ്രീ ഇങ്ങോട്ട് വന്ന് ജോയിൻ ചെയ്തു. അപ്പോഴെങ്കിലും ഓടി വരായിരുന്നു, അവർക്ക് വരായിരുന്നു. അവിടെ ഒരു ടൈം ഗ്യാപ്പ് ഇഷ്ടം പോലെ ഉണ്ട് അടുത്ത ഫാഷൻ ഷോയ്ക്ക്. ഈ കുട്ടി പോയി റെഡി ആയിട്ട് വേണം ഫാഷൻ ഷോയ്ക്ക് കയറാൻ. അപ്പൊ അങ്ങനെ കുറച്ച് ആരൊക്കെയോ പറഞ്ഞു കൊടുത്തത് ലക്ഷ്മി കേട്ടപ്പോ ഓൾറെഡി നമ്മളൊരു ടീമാണ്. അതിനകത്ത് കുറെ പശപിച്ച അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും, അതൊക്കെ സ്വാഭാവികം. അതൊക്കെ നമ്മൾ അപ്പുറത്തത് കഴിഞ്ഞ് തീരും, അങ്ങനെയാണ്. പക്ഷെ ഇത് കേട്ടത് ലക്ഷ്മി ഇങ്ങനെയാ. ലക്ഷ്മി പ്രിയയുടെ പ്രോഗ്രാമിൽ വിടാതെ മനഃപൂർവ്വം പിടിച്ചു വെച്ചു എന്ന് വേറെ ആരോ ലക്ഷ്മിയെ പറഞ്ഞ് അങ്ങ് വിശ്വസിപ്പിച്ചു. ലക്ഷ്മി എടുത്തു ചാടി സംസാരിക്കാൻ. ലക്ഷ്മി എന്ത് ചെയ്തു? ആ ഒരു വിഷമം എല്ലാം കൂടെ ലക്ഷ്മിയാണ് അന്ന് ആ സംസാരിച്ചത്. അത്രയും പ്രശ്നങ്ങളുണ്ടായി അന്ന് ആ ഒരു വോയിസ് വന്നത്. ഞാൻ ചോദിച്ചു, എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, സംഘടനയ്ക്കകത്ത് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് വന്ന ഒരു വോയിസ് ആണത്. ഇതെങ്ങനെ പുറത്തു വന്നു? അതല്ലേ ചോദിക്കേണ്ട ആദ്യം. എന്താണ് ഇവരുടെ സംഘടനയ്ക്ക് അപ്പോൾ ഈ വോയിസ് അതിനകത്ത് കിടക്കുന്നില്ല? എന്താ ഉള്ളത്? എന്ത് സംസാരിക്കുന്നു? എല്ലാ കാര്യവും പുറത്തറിയാമെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ ആവശ്യമുണ്ടോ? സംഭവിച്ചതല്ലേ, അത് പോയില്ലായിരുന്നെങ്കിൽ എങ്ങനെ അറിയും? അപ്പൊ ഇതെല്ലാം അതിനകത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യാതെ എത്ര പറഞ്ഞാലും മനസ്സിലാവാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലക്ഷ്മി കേട്ടപ്പോൾ ഫസ്റ്റ് ഞാൻ വിളിച്ചു പറഞ്ഞു, ലക്ഷ്മി പാടില്ല. കാരണം നമ്മളൊരു വോയിസ് ആരെ ചീത്ത പറഞ്ഞാലും എത്ര പറഞ്ഞാലും അവരുടെ മനസ്സും വേദനിക്കും. ആ പറയുന്ന വ്യക്തിയുടെ മക്കളാണെങ്കിലും അമ്മയാണെങ്കിലും പ്രായമുള്ളവരൊക്കെ ഈ സാധനം ഈ എത്രത്തോളം നമ്മുടെ സോഷ്യൽ മീഡിയ ഉണ്ട് അത് മുഴുവൻ അവിടെ കിടക്കും. ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല. നമുക്ക് വേണ്ടി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ സാധനം അവിടെ കിടക്കും തോറും ഈ കുട്ടി വളർന്നാലും ഇവരുടെ അമ്മയാണെങ്കിലും ഇത് കേൾക്കുമ്പോൾ നശിച്ചു അങ്ങനെ പറയുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഞാൻ പറഞ്ഞു തെറ്റാണ് ചെയ്തത്, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ തന്നെ പറയും, എനിക്ക് പറയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എനിക്ക് എല്ലാവരും എൻ്റെ സുഹൃത്ത്, ഞാൻ ആരോടും അങ്ങനെ വഴക്കുണ്ടാക്കി പോകാത്ത ആളാണ്. ഞാൻ വിളിച്ചു പറഞ്ഞു തെറ്റ്, അത് ചെയ്യാൻ പാടില്ലായിരുന്നു കേട്ടോ, ഇനി ഇത് ജീവിതകാലം മുഴുവൻ കിടക്കില്ലെന്ന് ഞാൻ ചോദിച്ചു. അതിനുശേഷം ഞാൻ കേട്ടത് ലക്ഷ്മി വിളിച്ച് മാപ്പ് പറഞ്ഞു, ശ്വേതയുടെ ഫോണിൽ നിന്ന് വിളിച്ച് സോറി പറഞ്ഞു, വിട്ടുകളാന്ന് പറഞ്ഞു, ഇതെല്ലാം അംഗീകരിച്ചു എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. നമുക്ക് ആ പിക്ചറേ അറിയൂ, നമ്മളൊന്നും ആ സ്ഥലത്തില്ല. അതാ പറഞ്ഞ നമുക്കറിയില്ലല്ലോ, നമ്മൾ ഈ കേട്ടറിവല്ലേ നമുക്കുള്ളൂ. എനിക്കും അത്രയല്ലേ ഉള്ളൂ. അപ്പോഴേ ഞാൻ വായിച്ചോ സംഭവം സോൾവ് ആയല്ലോ എന്ന്. ഇതല്ലാതെ ഇതിനകത്ത് വലിയ വലിയ വിഷയങ്ങൾ ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് അമ്മ എന്ന് പറയുന്ന ആ ഒരു പുണ്യമായ ഒരു പേരിനെയാണ് നമ്മളെല്ലാവരും ഈ അതിനകത്തുള്ള ആൾക്കാർ പുറത്തുനിന്ന് സംസാരിക്കുമ്പോൾ കളങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യരുത്. എത്ര പേര് അതിനകത്ത്, ഇവര് മാത്രമല്ല ഇതിനകത്ത് ഒന്നും മിണ്ടാതെ ഇപ്പൊ പറഞ്ഞില്ലേ യുവാക്കളായ അജു വർഗീസ് വന്ന് 2 വാക്ക് സംസാരിച്ചിട്ട് പോയി. സത്യം പറഞ്ഞാൽ അജു ഒക്കെയാണ് ഇത്രയും നന്നായിട്ട് സംസാരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇപ്പൊ ഉള്ള കുട്ടികൾക്കൊക്കെ നന്നായിട്ട് അറിയാം, അവരൊക്കെ വരണം. ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും ധ്യാൻ ശ്രീനിവാസൻ, ഒരുപാട് ആസിഫ് അലി, കുഞ്ചാക്കോ ബോബൻ, പൃഥ്വിരാജ്, ടൊവിനോ, ഇവരൊക്കെ കയറി വരണം. ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്ടാവുന്നറിയോ? ഒരു മാറ്റം. ഇപ്പോ 10 വർഷം ഭരിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞു നമ്മുടെ സതീശൻ സാറ് കയറി, എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ചെങ്കിലും മാറ്റം. ഈ തുടക്കം മാത്രമല്ലാണ്ട് പോയാൽ അവർക്ക് 10 അല്ല 20 വർഷം ഭരിക്കാൻ പറ്റും. ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇവരെയൊക്കെ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയണത് അതുപോലെ ഇവരൊക്കെ കയറി കുറെ മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾ നമ്മൾക്ക് നല്ലതാണ് കിട്ടുക. അവരുടെ ചിന്താഗതി വേറെ ആയിരിക്കും, അവര് ക്യാൻവാസ് ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും. അതൊക്കെ നമുക്ക് നല്ലതാണ്. പക്ഷെ അതിന് പകരം നമ്മൾ സംഘടനയെ അതിനകത്ത് നിന്ന് പറഞ്ഞ് പത്രങ്ങളിലും മാധ്യമങ്ങളും പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഞങ്ങൾക്ക് ആവായിരുന്നില്ലേ? ഞാൻ വേറെ 1-2 കാര്യം അവളോട് പറഞ്ഞുതരാം. അമ്മ സംഘടനയില് പ്രശ്നങ്ങൾ ഉണ്ടായി, കുറെ നടന്മാരെ പ്രശ്നമായി, അറസ്റ്റ് ചെയ്യണം, ഇല്ലേ? അറിയാലേ, ആരുടെ പേരൊന്നും പറയുന്നില്ല. ഈ സമയത്ത് ഞങ്ങൾ സ്ത്രീകളായ ഞങ്ങളൊക്കെ പുറത്തിറങ്ങുമ്പോ എത്ര മോശമായ വാക്കുകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ടെന്നറിയോ? ഞങ്ങൾ എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ കേട്ടിട്ടുണ്ട് നേരിട്ട്. പിന്നെ അറസ്റ്റ് പ്രശ്നങ്ങളും ഹേമ കമ്മിറ്റിയിലും മറ്റേ പ്രശ്നം അതിനകത്ത് അന്തസ്സായിട്ട് ചെയ്ത ആളാരാണ്? നിവിൻ പോളി. ഫുൾ തെളിവും കൊണ്ട് കാണിച്ചില്ലേ? അപ്പൊ അതുപോലെ കാണിക്കാൻ പറ്റി കഴിഞ്ഞാൽ എല്ലാവർക്കും തെളിവ് കൊണ്ട് കാണിക്കാം. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാണിക്കാൻ പറ്റില്ല. ഈ ജനങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾ ഇപ്പൊ കഴിഞ്ഞ യമുന ഒരു ഇന്റർവ്യൂ എടുത്തു. യമുന പറഞ്ഞത് വളരെ കറക്റ്റാ. നമ്മൾ പുറത്ത് ഞങ്ങള് ഫ്ലൈറ്റിൽ എപ്പോഴും കയറി പോകുന്ന ആൾക്കാരല്ല. ഇടയ്ക്ക് നിൽക്കുന്ന ആർട്ടിസ്റ്റുകളായ ഞങ്ങളുടെ കാര്യമാണ് ഞാൻ പറയണത്. അവർക്കൊക്കെ അങ്ങ് പോയാൽ മതി, എല്ലാവരും അങ്ങനെ പോകും, കേൾക്കില്ല. ഈ ഞങ്ങളെ പോലുള്ളവർ മാർക്കറ്റിൽ പോകാനോ അത് പോകാനോ ഇത് പോകാനോ കൊച്ചിനെ കൊണ്ട് ആശുപത്രി പോകുമ്പോഴൊക്കെ കേൾക്കുന്ന വാക്കുകൾ എന്താണെന്നറിയോ? അമ്മയിൽ എന്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ഹേമ കമ്മിറ്റി കഴിഞ്ഞ് കുറെ അറസ്റ്റും പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടായല്ലോ. പുറത്ത് വന്ന ഞങ്ങളോട് ഈ സ്ത്രീകളായ ഞങ്ങളോട് ചോദിച്ചത് എന്താ? ഞങ്ങൾ എന്ത് പറഞ്ഞു? എന്നിട്ട് മാധ്യമങ്ങൾ കയറി എന്തെങ്കിലും പറഞ്ഞോ? ഞങ്ങളുടെ സഹപ്രവർത്തകരാ, ശരി, തെറ്റ് ചെയ്തിട്ടുണ്ടോ, അത് അതിനുള്ള ശിക്ഷ കിട്ടണം. നമുക്ക് മിണ്ടാൻ പറ്റുമോ? എനിക്ക് പറയാൻ പറ്റുമോ? കോടതിയിലിരിക്കുന്ന കേസ്, അവരങ്ങനെയല്ലേ, ഞാൻ കയറിയിരുന്ന് അങ്ങ് പറയാൻ പറ്റുമോ? ഇല്ല, പറയൂല. നമ്മൾ സഹിച്ചില്ലേ? അതിനും വലിയ വിഷയമാണ് ഇപ്പൊ നടക്കുന്നത്.
പറ എന്തൊക്കെ ഞങ്ങൾ കേട്ടു. അതെ അതെ മറ്റേ മെമ്മറി കാർഡ്, അതെ 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 അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ഒന്നും ഒരാളുടെ പേര്, കാരണം എനിക്ക് അങ്ങനത്തെ അനുഭവം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഇപ്പോഴും ഞാൻ പറയാറുണ്ട്, എൻ്റെ കുറ്റി എൻ്റെ വാതിനകത്ത് എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം വന്നിട്ടുമില്ല, വരാൻ ഞാൻ നിൽക്കാറുമില്ല. ഇനി വന്നു പോയിട്ടുള്ളവർ ചിലപ്പോൾ പേര് പറഞ്ഞിട്ടുണ്ടാവും എന്ത് മോശമായി സംസാരിച്ചത്, അവർക്ക് അനുഭവം വന്നു എന്നല്ല അതിനർത്ഥം. തീർച്ചയായും നമ്മളോട് മോശമായി സംസാരിച്ച ആൾക്കാരുടെ പേരടങ്ങിയ ഒരു മെമ്മറി കാർഡാണ് ലളിത ചേച്ചി മരിച്ചുപോയ ആളുടെ പേരിൽ അങ്ങ് വെച്ചു. ഞങ്ങളോട് വേണേൽ കേസിന് പൊക്കോളാൻ. ഞങ്ങൾ കേസിന് പോയാൽ എന്താ സംഭവിക്കുക? ഈ കേസിന് പോയി നമ്മൾ ഓരോന്നിറങ്ങി വരുമ്പോഴും ഓരോ പത്രക്കാരോട് നമ്മൾ പറയണം. അപ്പൊ ആർക്കാണ് കിട്ടണത്? അമ്മ ഒരു അസോസിയേഷന്റെ പേരിലേക്കാണ് പോണത്, എൻ്റെ വീട്ടിലേക്കല്ല ഈ പ്രശ്നം വന്നത്. ഞങ്ങൾ മിണ്ടിയില്ല, ശരി ജനറൽ ബോഡി വരട്ടെ. ഒരാൾ പോലും ജനറൽ ബോഡിയിൽ മിണ്ടിയില്ലല്ലോ. എന്റെ മെമ്മറി കാർഡ് മുങ്ങിയോ? ഈ വിഷയം സംസാരിച്ചില്ലല്ലോ, എന്തേ പറയാഞ്ഞത്? അപ്പൊ മെമ്മറി കാർഡ് ആർക്കും വേണ്ടേ? ഇപ്പൊ ആർക്കും പ്രശ്നമില്ല. എന്തുകൊണ്ട്? അതായത് ഇതൊക്കെ എന്തുകൊണ്ട് മാറ്റിവെക്കുന്നു? മല്ലിക ചേച്ചി കാര്യം എന്തൊക്കെയാണേലും മോനെ പോലെ തന്നെ ഇടുത്തടിച്ച് നല്ലപോലെ സംസാരിക്കുന്ന ഒരാള്. എനിക്ക് മല്ലിക ചേച്ചിയോട് ഭയങ്കര ബഹുമാനം. ഞങ്ങളൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനൊരു അമ്മ എന്ന് പറഞ്ഞ സ്നേഹിക്കുന്നതാണ് മല്ലിക ചേച്ചിനെ. മല്ലിക ചേച്ചി പറയുന്ന ഓരോ വാക്കുകളും കറക്റ്റ് ആയിരിക്കും. മല്ലിക ചേച്ചിക്ക് സങ്കടം തോന്നി. ഒരു സ്ത്രീയെ 7 മണിക്കൂറോളം ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുക. എന്താ ഈ പറയണത്? ഞാനാണെങ്കിലും നിൽക്കുവോ? അന്ന് മീറ്റിംഗിൽ 7 മണിക്കൂറോളം സേതം നിന്നില്ലേ അവിടെ? എന്തൊക്കെ തരണം ചെയ്ത് നിന്നു? ഈ കണക്കിന്റെ പ്രശ്നം പറയണത് എല്ലാവരും കൂടെ പറയാണ് ജനറൽ ബോഡി. സാരമില്ല, എന്തായാലും ഇത്രയും സ്വേദ നമുക്ക് ചെയ്തതല്ലേ, ഇനി ഒരു സമയം കൊടുക്കാം നമുക്ക്. അത്